അനന്തപുരി തറവാട്ടിൽ ഓരോ ദിവസങ്ങൾ പിന്നിടും തോറും പ്രതിസന്ധികൾ മൂർച്ഛിക്കുകയാണ്. അനാമിക കൊത്തി ഇപ്പോൾ മുറത്തിൽ കയറി കൊത്തിയിരിക്കുന്നു. അതായത് നാട്ടിലും വീട്ടിലും എല്ലാവരും ബഹുമാനത്തോടെ കാണുന്ന മൂർത്തി സാറിൻ്റെ മുഖത്ത് നോക്കി തർക്കുത്തരങ്ങൾ പറയുകയും ഒടുവിൽ അത് ജാനകി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും സങ്കടവും അസ്വസ്ഥതയും ഒക്കെ ഉളവാക്കുകയും ചെയ്തിരിക്കുന്നു. കാര്യങ്ങളുടെ പോക്കെങ്ങോട്ടാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ദേവയാനി അനാമികയുടെ അഴിഞ്ഞാട്ടം എങ്ങനെയും അവസാനിപ്പിക്കുവാൻ വേണ്ടി ഒടുവിൽ തീരുമാനിച്ചിറങ്ങുകയാണ്. അതിനുവേണ്ടി ദേവയാനി കണ്ടെത്തിയ മാർഗം അനന്തപുരി തറവാട്ടിലുള്ള പലർക്കും അതിയായ സന്തോഷവും മറ്റു ചിലർക്ക് സങ്കടവും ഉളവാക്കുന്നതായി മാറുന്നു. അതായത് അനാമികയെ സംബന്ധിച്ചിടത്തോളം താനിപ്പോൾ വായ തുറക്കുന്നത് കലഹമുണ്ടാക്കാനും ഭക്ഷണം കഴിക്കുവാനും ഭരിക്കുവാനും മാത്രമാണ്. അനന്തപുരിയിൽ അനാമിക അടുക്കളയിൽ കയറാറില്ല. അനാമികയ്ക്ക് ഭക്ഷണമുണ്ടാക്കാൻ അറിയുകയുമില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും തൻ്റെ അമ്മായിയമ്മ അടുക്കളയിൽ കയറുമ്പോൾ അവർക്കൊപ്പം ഒരു 10 മിനിറ്റെങ്കിലും അടുക്കളയിൽ ചിലവഴിക്കുവാൻ അനാമിക തയ്യാറാകാറില്ല. മാത്രവുമല്ല, ജാനകി ഒരിക്കലും അടുക്കളയിൽ കയറുവാൻ വേണ്ടി അനാമികയെ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. ഏത് സമയത്തും അനാമിക തൻ്റെ മുറിയിൽ ഉറക്കവും ഫോൺ വിളികളും പിന്നെ നേരം കിട്ടിയാൽ പുറത്തൊക്കെയുള്ള കറക്കവും ഇതൊക്കെയായിട്ട് ദിനരാത്രങ്ങൾ അങ്ങനെ തള്ളി നീക്കുകയാണ്. പലപ്പോഴായി അനിയും ആ വീട്ടിലെ മറ്റു പലരും ഇതിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പല മുന്നറിയിപ്പുകൾ നൽകിയിട്ടും അതിനൊക്കെ പുല്ലുവിലകൾ മാത്രം കൽപ്പിച്ചുകൊണ്ട് അനാമിക തൻ്റെ പതിവ് ശൈലിയിൽ മുൻപോട്ട് നീങ്ങുകയാണ്. അതുകൊണ്ട് അനാമികയെ അടുക്കളയിൽ കയറ്റുവാനും പണിയെടുപ്പിക്കുവാനും കൂടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവയാനി എത്തുന്നു. അതിനുവേണ്ടി കണ്ടെത്തിയ മാർഗം നയനയെ അനന്തപുരിയിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളതായിരുന്നു. ദേവയാനിയും നയനയും തമ്മിൽ സ്നേഹത്തിലാണ് എന്നുള്ള കാര്യം അനന്തപുരിയിലെ നാരീരത്നങ്ങളിൽ പലരും ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ദേവയാനിയുടെ അകമഴിഞ്ഞ പിന്തുണ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടെ അനാമികയും ജാനകിയും ജലജയും തരം കിട്ടുമ്പോഴൊക്കെ രേവതിയും നയനയ്ക്കെതിരെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ദേവയാനി ഇതൊക്കെ നോക്കിക്കണ്ട് മൗനമായി നടക്കുകയും ചെയ്യുകയാണ്. അതുമാത്രവുമല്ല, മൂർത്തി മുത്തശ്ശനോട് അനാമിക മോശമായി സംസാരിച്ചു തെറ്റായിപ്പോയി എന്ന് അനാമികയുടെ മുഖത്ത് നോക്കി ദേവയാനി പറയുകയും എത്രയും പെട്ടെന്ന് മുത്തശ്ശനോട് മാപ്പ് പറയണം എന്ന് ആജ്ഞാപിക്കുകയും ചെയ്തതാണ്. പക്ഷേ അപ്പോൾ തന്നെ അനാമിക ദേവയാനിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഒരു തെറ്റും ഞാൻ പറഞ്ഞതായി എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മാപ്പ് പറയാൻ ഞാൻ തയ്യാറുമല്ല. ആ സമയത്ത് അനാമികയോട് അല്പം അമർഷത്തോടുകൂടി ദേവയാനി സംസാരിച്ചപ്പോൾ തന്നെ അനാമികയ്ക്ക് ഏകദേശം ബോധ്യപ്പെട്ടിട്ടുണ്ട് ദേവയാനിക്ക് ഇപ്പോൾ തന്നോട് അത്രയ്ക്ക് താല്പര്യമില്ല എന്ന്. ദേവയാനിക്ക് കരൾ നൽകിയതിനു ശേഷം നയന പൂർണ്ണമായും പഴയ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തിട്ടില്ല. ശാരീരികമായിട്ടുള്ള പല പ്രയാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും മടങ്ങി വന്നതിന് ശേഷം നയന തന്നെയാണ് ആ വീട്ടിലെ ഒട്ടുമിക്ക ജോലികളും ചെയ്തു തീർക്കുന്നത്. മാത്രവുമല്ല, നയനയെ അനന്തപുരിയിലേക്ക് ദേവയാനി പോയി മടക്കിക്കൊണ്ടുവന്നതാണ്. അത് അനന്തപുരിയിലെ അടുക്കളപ്പണി ചെയ്യുവാൻ വേണ്ടിയാണ് എന്നൊരു ചിന്ത എല്ലാവരുടെയും ഉള്ളിൽ ഉള്ളതുകൊണ്ട് നയനയൊഴികെ മറ്റാരും ഇപ്പോൾ അടുക്കളയിൽ കയറാറുമില്ല. തന്നെയുമല്ല, അനാമിക ഇപ്പോൾ ഗർഭിണിയാണ് എന്ന് പറഞ്ഞ് അനന്തപുരിക്കാരെ വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. അനിയുൾപ്പെടെ എല്ലാവരും ആ വെട്ടിനകത്ത് വീണതോടുകൂടി മുൻപുണ്ടായിരുന്നതിനേക്കാൾ അധികം പരിഗണന പലരിൽ നിന്നും അനാമികയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്നുമുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അനിയും ഇപ്പോൾ അല്പം സോഫ്റ്റായിട്ടാണ് അനാമികയോട് ഇടപെടുന്നത്. കാരണം അനിയും വിശ്വസിക്കുകയാണ് അനിയുടെ ഒരു കുഞ്ഞ് അനാമികയുടെ ഉദരത്തിൽ വളരുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഗർഭിണി എന്നുള്ള പരിഗണന അനി ഉൾപ്പെടെയുള്ള എല്ലാവരും അനാമികയ്ക്ക് നൽകുന്നുണ്ട്. എങ്കിലും കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ദേവയാനിയുടെ സ്വഭാവത്തിൽ പ്രകടമായ പല വ്യത്യാസങ്ങളും പലരും കാണുവാൻ തുടങ്ങി. ജാനകിയും അനാമികയും ജലജയും കൂടി പലപ്പോഴും അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഇത്രയും നാളും പിറകെ നടന്ന് നയനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ഏട്ടത്തി ഇപ്പോൾ നയനയ്ക്കെതിരായി ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. മാത്രവുമല്ല, നയനയ്ക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുകയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്താൽ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുകയും അതിന് കാരണക്കാരായി തീരുന്നവരെ തിരുത്തുകയും ഒക്കെ ചെയ്യുകയാണ്. ഇതൊന്നും ആർക്കും തന്നെ പിടികിട്ടുന്നില്ല എന്തുകൊണ്ടാണെന്ന്. ജലജ ചോദിക്കുകയാണ്, എന്തായാലും ഒരാളുടെ കരൾ മാറ്റി വെച്ചതുകൊണ്ട് ആ കൂട്ടത്തിൽ സ്വഭാവവും മാറുമോ? ഇതെനിക്ക് മനസ്സിലാകുന്നില്ല. വല്ലാത്തൊരു മാറ്റമാണ് ഏട്ടത്തിയിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അനാമിക പറയുകയാണ്, അത് തന്നെയാണ് ഞാനും പറയുവാൻ വന്നത്. വലിയമ്മയ്ക്കിപ്പോൾ എന്നോട് പഴയതുപോലുള്ള സ്നേഹമൊന്നുമില്ല. കാര്യമായിട്ടൊന്നും അങ്ങനെ എന്നോട് സംസാരിക്കാൻ വരാറുമില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കതിൽ നന്നായിട്ട് വിഷമമുണ്ട്. അപ്പോൾ ജാനകി അനാമികയെ ആശ്വസിപ്പിക്കുകയാണ്, മോൾ എന്തിനാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് കൂടുതൽ വിഷമിക്കുന്നത്? ഏട്ടത്തി മോളെ സ്നേഹിക്കുന്നില്ലെങ്കിലും മോളെ സ്നേഹിക്കാൻ ഇവിടെ ഞാനില്ലേ? ശരിക്കും പറഞ്ഞാൽ നീ എൻ്റെ മരുമകളല്ലേ? ഇത് കേട്ടിട്ട് അനാമിക പറയുകയാണ്, അതേ അമ്മേ, അതുമാത്രമാണ് ഈ വീട്ടിൽ എൻ്റെ ഏക ആശ്വാസം. പിന്നെ അമ്മേ, കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വല്ലാത്തൊരു മടുപ്പ് തോന്നുന്നുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ശരീരത്തിന് ഭയങ്കര ക്ഷീണവും അസ്വസ്ഥതയും ഒക്കെ തോന്നി തുടങ്ങുകയാണ്. പക്ഷേ വലിയമ്മ തക്കം കിട്ടുമ്പോഴൊക്കെ എന്നെ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യുവാൻ വേണ്ടി നിർബന്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ജാനകി പറയുകയാണ്, അയ്യോ മോളെ, അതോർത്തിട്ടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അത് നീ കാര്യമാക്കുകയേ വേണ്ട. കാരണം ഗർഭിണികളായ പെൺകുട്ടികൾ അങ്ങനെ പണികളൊന്നും ചെയ്യാതെ ഈ കാലം മുഴുവൻ അടങ്ങിയിരുന്നാൽ അത് പ്രസവ സമയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അവർക്ക്.
വലിയ കട്ടിപ്പണികളൊന്നും ചെയ്യരുത് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുക തന്നെ വേണം. കാരണം ശരീരത്തിന് വ്യായാമം ഉണ്ടാകണം. അതൊക്കെ ഓർത്തിട്ട് മാത്രമാണ് ഏടത്തി അങ്ങനെയൊക്കെ പറയുന്നത്. അല്ലാതെ മോളോടുള്ള എന്തെങ്കിലും വിരോധം കൊണ്ടാണ് എന്ന് മോൾ ചിന്തിക്കരുത്. ഇതിനിടയിൽ മറ്റൊരു രംഗം കാണുന്നത് വേണുവും രേവതിയും അനാമികയും ചേർന്ന് മൂർത്തി സാറിനെ കൊല്ലുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ ഒരുക്കി വെച്ചു. അത് ഇപ്പോൾ നടപ്പാക്കാൻ തുടങ്ങുകയാണ് അനാമിക. ആരുമില്ലാത്ത സമയത്ത് മൂർത്തി സാറിൻ്റെ മുറിയിൽ കയറി അദ്ദേഹം കഴിക്കേണ്ട ഗുളികകൾ എടുത്തു മാറ്റിയിട്ട് പകരം അപകടകാരിയായ ഗുളികകൾ അവിടെ സ്ഥാപിക്കുകയാണ്. എന്നാൽ അനാമികയുടെ ഓരോ നീക്കങ്ങളെയും ആരും അറിയാതെ വീക്ഷിക്കുന്ന ഒരാളുണ്ട് അവിടെ. അത് നവ്യയാണ്. അനാമിക മനസ്സിൽ കാണുമ്പോൾ നവ്യ മരത്തിൽ കാണാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഒരു CCTV ക്യാമറ പോലെ നവ്യ ആ സമയം മുതൽ അനാമികയ്ക്ക് പിന്നാലെയുണ്ട്. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുറിയിൽ കയറുകയും മുത്തശ്ശൻ കഴിക്കേണ്ട ഗുളികകൾ എടുത്തു മാറ്റിയിട്ട് അവിടെ പകരം ഗുളികകൾ വെക്കുകയും ചെയ്യുന്നതൊക്കെ നവ്യ വീക്ഷിക്കുകയും ഓരോ സമയങ്ങളിലും കൃത്യമായി അതിൻ്റെ വീഡിയോകളൊക്കെ റെക്കോർഡ് ചെയ്ത് തൻ്റെ ഫോണിനകത്ത് സൂക്ഷിക്കുകയും ചെയ്യുകയാണ്. മാത്രവുമല്ല, ഈ ഗുളികകൾ മാറ്റിവെച്ചിട്ട് അനാമിക മുറി വിട്ടു പോകുന്ന സമയത്ത് തന്നെ പിന്നാലെ നവ്യ മുറിക്കകത്തേക്ക് കയറി ചെന്നിട്ട് ആ ഗുളികകളൊക്കെ അവിടെ നിന്ന് എടുത്തു കളഞ്ഞിട്ട് പകരം മുത്തശ്ശൻ കഴിക്കേണ്ട ഗുളികകൾ തന്നെ അവിടെ വെക്കുകയും ചെയ്യും. ഇതിനിടയിൽ ദേവയാനി കൈക്കൊണ്ട തീരുമാനം നയനയെ വിളിച്ചിട്ട് താൻ പറയുകയാണ്, മോളെ, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നിന്നെ ഈ വീട്ടിലേക്ക് മടക്കി കൊണ്ടുവന്നത് ഇവിടുത്തെ വേലക്കാരിയായി വീണ്ടും തുടരുവാൻ വേണ്ടിയല്ല. മാത്രവുമല്ല, ഓപ്പറേഷന് ശേഷം നിനക്ക് ആവശ്യമായ വിശ്രമം ഇതുവരെയും ലഭിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം മുതൽ നീ ആദർശിനൊപ്പം ഓഫീസിലേക്ക് പോകണം. ഇവിടുത്തെ അടുക്കളപ്പണിയും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്യുവാൻ ധാരാളം ആൾക്കാരുണ്ട് ഇവിടെ. ഇത്രയും നാൾ അവരൊക്കെ വിശ്രമത്തിലായിരുന്നല്ലോ. ഇനിയിപ്പോൾ അവരവരുടെ പണികൾ ചെയ്യട്ടെ. ഒപ്പം വീട്ടിലുള്ള പൊതുവായ ജോലികൾ എല്ലാവരും കൂടി ചെയ്യട്ടെ. ആദർശിനൊപ്പം മോൾ ഓഫീസിലേക്ക് പോവുകയാണെങ്കിൽ ജ്വല്ലറിയുടെ ഡിസൈനിങ് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനും കൂടുതൽ ഡിസൈനുകളൊക്കെ വരയ്ക്കുവാനും സമയം കിട്ടുമല്ലോ. അതുകൊണ്ട് ഇനി മുതൽ രാവിലെ പോയിട്ട് മോൾ വൈകിട്ട് മടങ്ങിയെത്തിയാൽ മതി. അപ്പോൾ നയന പറയുകയാണ്, അമ്മേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്കിവിടുത്തെ ജോലികൾ ചെയ്യുന്നതിൽ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇവിടെ മറ്റാരും ജോലി ചെയ്യാതിരിക്കുന്നതിൽ എനിക്ക് പരാതികളുമില്ലല്ലോ. അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നത്. മാത്രവുമല്ല, ഈ പണികൾക്കൊക്കെ ശേഷം ജ്വല്ലറിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുതിയ ഡിസൈനുകൾ വരയ്ക്കുവാൻ എനിക്ക് സമയവും കിട്ടുന്നുണ്ട്. അതങ്ങനെ തന്നെ പോകുന്നതല്ലേ നല്ലത്. മോൾ പറയുന്നതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ മോൾക്ക് കുറച്ചുകൂടി ശാരീരിക പുഷ്ടിയും ആരോഗ്യവും ഒക്കെ വരേണ്ടതുണ്ട്. അതൊക്കെ അങ്ങനെ എത്തിച്ചേരണമെങ്കിൽ കാര്യമായ റെസ്റ്റ് മോൾക്കുണ്ടാകണം. മാത്രവുമല്ല, ഇവിടെ ചിലരുടെയൊക്കെ ഒരു ധാരണ അവർ ജനിച്ചത് തന്നെ ഭക്ഷണം കഴിക്കുവാനും പരദൂഷണം പറയുവാനും വേണ്ടി മാത്രമാണെന്നാണ്. അവർക്ക് വേണ്ടി മോൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയും തുണി കഴുകി കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരുടെയൊക്കെ മനസ്സിലെ ധാരണ ഇതെല്ലാം അവരുടെ അവകാശമാണ്. അതുകൊണ്ട് തന്നെയാണ് മോളെ അവർ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടുമിരിക്കുന്നത്. അതുകൊണ്ട് അനന്തപുരിയിൽ ഇനിയിപ്പോൾ അത് വേണ്ട. തൽക്കാലം മോൾ ഇവിടെ നിന്ന് മാറി നിന്നെങ്കിൽ മാത്രമേ അതിനൊക്കെ ഒരു വ്യത്യാസം വരൂ. അവരും കൂടി ശരീരമനങ്ങി ഒന്ന് പണിയെടുക്കട്ടെ. അതുകൊണ്ട് മോൾ പറ്റില്ലെന്ന് പറയരുത്. നാളെ രാവിലെ തന്നെ റെഡിയായി ആദർശിനൊപ്പം പോയിക്കോണം. തുടർന്ന് ദേവയാനി ഈ അഭിപ്രായം മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാവുകയാണ്. ഇരുവരും ദേവയാനിയുടെ അഭിപ്രായത്തെ പിന്തുണച്ചുകൊണ്ട് പറയുകയാണ്, കുറച്ച് നാളുകളായി ഈ വീട്ടിൽ കിടന്നുകൊണ്ട് നയനമോൾ കഷ്ടപ്പെടുകയല്ലേ. അതുകൊണ്ട് തൽക്കാലം ഇനി മോൾ കുറച്ച് നാൾ വിശ്രമിക്കട്ടെ. ആദർശിനൊപ്പം നയനമോൾ ഓഫീസിലേക്ക് പോകുന്നത് നല്ലത് തന്നെയാണ്. തന്നെയുമല്ല, മോൾക്കിപ്പോൾ ശാരീരികമായി നല്ല വിശ്രമം ആവശ്യമുള്ള സമയം കൂടിയാണ്. ഈ സമയത്ത് വീണ്ടും ഈ വീട്ടിൽ കിടന്ന് കട്ടിപ്പണികളൊക്കെ ചെയ്താൽ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ മോളുടെ ശരീരത്തിന് നേരിടേണ്ടി വരും. എന്തായാലും അടുത്ത ദിവസം രാവിലെ ആദർശിനൊപ്പം നയനയും ഓഫീസിലേക്ക് പോവുകയാണ്. ഈ കാഴ്ച കണ്ടപ്പോഴേക്കും അനാമികയ്ക്ക് ഭയങ്കരമായ കലി കയറുകയാണ്. അനാമിക വേഗത്തിൽ തന്നെ പരാതിപ്പെട്ടിയുമായി അനിയുടെ അരികിലേക്ക് മുറിയിലേക്ക് ഓടിപ്പോവുകയാണ്. എന്നിട്ട് അനിയോട് പറയുകയാണ്, എടാ, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നീ കാണുന്നുണ്ടോ? അതിരാവിലെ തന്നെ അനാമികയുടെ ഭാവമാറ്റം കണ്ടപ്പോൾ അനിയൊന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ആഹാ, നീ നല്ല ഫോമിലാണല്ലോ രാവിലെ തന്നെ. എന്തു പറ്റി? എന്താണ് രാവിലെ നീ ഇവിടെ കണ്ട കാഴ്ച? അനിയുടെ ഈ പരിഹാസ രൂപേണയുള്ള സംസാരം കേട്ടപ്പോൾ അനാമികയ്ക്ക് പിന്നെയും ദേഷ്യം കയറുകയാണ്. ഓ, നിന്നോട് എന്തു പറഞ്ഞിട്ട് യാതൊരു വിശേഷവുമില്ലല്ലോ. നീ വേറൊരു ലോകത്തിലല്ലേ ജീവിക്കുന്നത്. എടാ, നിന്റെ ഏട്ടത്തിക്ക് പുതിയൊരു ജോലി ലഭിച്ചു. മൂർത്തീസ് ജ്വല്ലറിലെ ഡിസൈനറായിട്ട് രാവിലെ പോയിട്ടുണ്ട്. ഞാനിത് വന്ന് ചോദിച്ചത് നീ ഇതൊക്കെ അറിയുന്നുണ്ടോ? നിന്നോടും കൂടി ആലോചിച്ചിട്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്? അതോ നീയും കൂടി ചേർന്ന് തീരുമാനമെടുത്തിട്ട് എന്നോട് മറച്ചു വെച്ചതോ വല്ലതുമാണോ? ഇത്രയും കേട്ടപ്പോഴേക്കും എനിക്ക് വല്ലാത്ത ദേഷ്യം വരികയാണ്. ഇനി പറയുന്നു, നയനേടത്തേക്ക് ഡിസൈനറായിട്ട് ജോലി കൊടുത്തതിൽ നിനക്കെന്താണ് ഇത്ര പ്രശ്നം? അത് കാലങ്ങൾക്ക് മുമ്പ് ചെയ്യേണ്ട കാര്യമായിരുന്നു. ഇന്ത്യയിലെ നമ്പർ 1 ജ്വല്ലറി ഗ്രൂപ്പാക്കി മൂർത്തീസ് ജ്വല്ലറിയെ മാറ്റിയതിൻ്റെ പിൻപിലുള്ള പ്രധാനപ്പെട്ട വ്യക്തി നയനേടത്തിയാണ്. നയനേടത്തിയുടെ ഡിസൈനുകളാണ് ഇപ്പോൾ കോടികളുടെ ബിസിനസ്സായി അനന്തപുരിക്ക് ലാഭമുണ്ടാക്കിയിരിക്കുന്നത്. അതിൽ നിനക്കെന്തിനായി കണ്ണുകടി? അല്ല, ഞാനും ഈ വീട്ടിലെ മരുമകൾ തന്നെയല്ലേ. ഇവിടുത്തെ ജ്വല്ലറിയിൽ എനിക്കും മാന്യമായൊരു പോസ്റ്റ് കിട്ടുവാനുള്ള അർഹതയില്ലേ?
അതിന് നീ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? നിനക്ക് വരയ്ക്കാൻ അറിയാമോ? നേരെ ചൊവ്വേ ഒരു വര വരയ്ക്കാൻ പോലും അറിയാത്ത നീ അവിടെ പോയിട്ട് എന്ത് ഡിസൈൻ വരയ്ക്കാനാണ്? ഡിസൈൻ വരയ്ക്കുന്നത് മാത്രമേ അവിടെ ജോലിയായിട്ടുള്ളൂ. മൂർത്തീസ് ജുവല്ലറി ഗ്രൂപ്പിലെ മെയിൻ ബ്രാഞ്ചിലെ ഒരു മാനേജർ പോസ്റ്റ് എനിക്ക് നൽകിയാൽ എന്താ? അപ്പോൾ അനി പറയുകയാണ്, ഇപ്പോൾ നമ്മുടെ ജുവല്ലറികളിലൊക്കെ മാനേജർ പോസ്റ്റുകൾ നല്ല രീതിയിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏൽപ്പിക്കപ്പെട്ട ആൾക്കാർ അത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഒരാളെ മാറ്റിയിട്ട് അവിടെ നിന്നെ കൊണ്ടൊന്ന് പ്രതിഷ്ഠിക്കേണ്ട ആവശ്യം ഒട്ടും തന്നെ ഇല്ല. മാത്രമല്ല, നീ ഇപ്പോൾ ഗർഭിണി കൂടിയല്ലേ. ഗർഭാവസ്ഥയിൽ സ്ത്രീകളൊക്കെ ജോലിയിൽ നിന്ന് അവധിയെടുത്ത് വീട്ടിൽ വിശ്രമിക്കാറാണ് പതിവ്. എന്നാൽ ഇവിടെ ലോകത്തെങ്ങുമില്ലാത്തതുപോലെ ഗർഭിണിയായപ്പോൾ അവൾക്ക് ജോലിക്ക് പോകണം പോലും. കൊള്ളാം. ഇത് പറഞ്ഞുകൊണ്ട് ചിരിച്ചോണ്ട് അനി മുറിക്കകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ്. എന്തായാലും ഈ വാർത്തയുമായിട്ട് രേവതിയുടെയും ജാനകിയുടെയും ജലജയുടെയും അരികിലേക്കാണ് പിന്നീട് അനാമിക എത്തുന്നത്. അവിടെ നയനയുടെ ജോലിയെ സംബന്ധിച്ചും അനന്തപുരിയിലെ തുടർന്നുള്ള ജോലി കാര്യങ്ങളെ സംബന്ധിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. അതിനുശേഷം ജാനകിയും ജലജയും രേവതിയും കൂടി ഒരു തീരുമാനം പാസ്സാക്കുകയാണ്. ഇവിടെ ജോലി ചെയ്യാതിരിക്കുവാൻ വേണ്ടിയാണ് അവൾ ജുവല്ലറിയിലേക്ക് പോയിരിക്കുന്നത്. പകരം നമ്മൾ ജോലി ചെയ്യണം. അതെന്തായാലും നടക്കാൻ പോകുന്ന കാര്യമല്ല. നമ്മൾ അതിനെ പൊളിക്കും. അതുകൊണ്ട് ഇതിൻ്റെ പ്രതിഷേധ സൂചകമായിട്ട് നമ്മൾ ആരും ഇന്ന് അടുക്കളയിൽ കയറുന്നില്ല. ഇന്ന് എല്ലാവരും ഇവിടെ പട്ടിണി കിടക്കട്ടെ. ആരെങ്കിലും ചോദിച്ചാൽ നമ്മളാരും ഒന്നും അറിഞ്ഞില്ല, എല്ലാ ദിവസത്തെയും പോലെ തന്നെ ആയിരിക്കും കാര്യങ്ങൾ എന്ന രീതിയിൽ തന്നെ സംസാരിക്കുക. അല്ല, അതിപ്പോൾ ഒരു ദിവസം മാത്രമല്ലേ പറ്റൂ എന്ന് അനാമിക ചോദിക്കുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വേറെ മാർഗങ്ങളൊക്കെ നോക്കാം. തൽക്കാലം ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം അലങ്കോലമായി എന്ന് മനസ്സിലാകുമ്പോൾ അവളെ അങ്ങോട്ട് പറഞ്ഞുവിട്ടവർ തന്നെ അവളുടെ ജോലി അവസാനിപ്പിച്ച് ഇവിടെ നിൽക്കുവാൻ അവളെ നിർബന്ധിക്കും. അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ അങ്ങനെ ആക്കി തീർക്കും. ഈ ആശയങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് രേവതിയുടെ തലമണ്ടയിലാണ്. എന്തായാലും രാവിലെ പോയിട്ട് വൈകിട്ട് നയന വീട്ടിലേക്ക് വരികയാണ്. നയന വരുന്നത് കാത്ത എല്ലാവരും പൂമുഖത്ത് തന്നെയുണ്ട്. അപ്പോഴേക്കും രേവതി വേഗം നയനെ കണ്ടിട്ട് എഴുന്നേറ്റ് അരികിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, എടി, നിനക്ക് ഈ തഞ്ചാവൂർ പുലാവ് ഉണ്ടാക്കാൻ അറിയില്ലേ? അപ്പോൾ നയന പറയുന്നു, അതെ അറിയാമല്ലോ, എന്തുപറ്റി? അനാമിക മോൾക്ക് പുലാവ് കഴിക്കണമെന്ന് ഭയങ്കരമായൊരാഗ്രഹം. ഞങ്ങൾക്ക് ആർക്കും അത് ഉണ്ടാക്കാൻ അറിയില്ല. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് അടുക്കളയിൽ കയറിയിട്ട് ആ തഞ്ചാവൂർ പുലാവ് ഒന്ന് ഉണ്ടാക്കി കൊടുക്ക്. അപ്പോൾ നയന പറയുകയാണ്, എനിക്കിപ്പോൾ നല്ല തലവേദനയുണ്ട്. ഓഫീസിൽ നിന്ന് നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് വിശ്രമം ആവശ്യമുണ്ട്. അത് കേട്ടപാടെ രേവതി പറയുകയാണ്, വിശ്രമിക്കാനോ? എന്തിന്? ഓഫീസിൽ പോയി പേനയെടുത്ത് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചുകൊണ്ടിരിക്കുന്നതിനാണോ ഇത്രയും വലിയ ക്ഷീണം? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി. അതുമാത്രവുമല്ല, ഇന്നിവിടെ ആരും ആഹാരം കഴിച്ചിട്ടില്ല. മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പട്ടിണിയാണ്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് അടുക്കളയിൽ കയറാൻ നോക്ക്. ഇന്ന് ആ വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല എന്നും മുത്തശ്ശനും മുത്തശ്ശിയും പട്ടിണിയാണ് എന്നുമൊക്കെ കേട്ടപ്പോഴേക്കും നയനയുടെ മനസ്സിന് വല്ലാത്ത സങ്കടമായി. നയന ചോദിക്കുക, എന്താ പറഞ്ഞേ? മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും കഴിച്ചില്ലെന്നോ? നിങ്ങൾ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ലേ? ആ ഇല്ല, ഞങ്ങളാരും ഇന്ന് അടുക്കളയിൽ കയറിയില്ല. ഇത്രയും കേട്ടപ്പോഴേക്കും വേഗത്തിൽ നയന അടുക്കളയിലേക്ക് കയറുകയാണ്. നയന ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴേക്കും എല്ലാവർക്കും പെരുത്ത സന്തോഷമായി. അങ്ങനെ നയനയുണ്ടാക്കിയ ഭക്ഷണങ്ങൾ കഴിക്കുവാൻ എല്ലാവരും വൈകിട്ട് ഒത്തുകൂടുകയാണ്. ഭക്ഷണം കഴിക്കുവാൻ അനാമിക ഉൾപ്പെടെ എല്ലാവരും ഡൈനിങ് ടേബിളിലുണ്ട്. നയനയാണ് ഭക്ഷണം വിളമ്പുന്നത്. ഓരോരുത്തർക്കായി ഭക്ഷണം വിളമ്പി ഒടുവിൽ അനാമികയുടെ പ്ലേറ്റിലേക്ക് പുലാവ് പകരുവാൻ ശ്രമിക്കുമ്പോൾ പൊടുന്നനെ അനാമിക തന്ത്രപരമായി ആ പ്ലേറ്റ് മാറ്റിക്കളഞ്ഞു. ഒപ്പം നയനയുടെ കൈക്കൊരു തട്ടും. ഭക്ഷണത്തിൽ കുറച്ച് അനാമികയുടെ ദേഹത്തും ബാക്കി ഡൈനിങ് ടേബിളിലുമൊക്കെ ചിതറി വീണപ്പോഴേക്കും അനാമിക, എവിടെ നോക്കിക്കൊണ്ടാടി നീ ഭക്ഷണം വിളമ്പുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയാണ്. നയനയാകട്ടെ അബദ്ധക്കാരിയെപ്പോലെ നോക്കി നിൽക്കുകയാണ്. ഉടനെ അനാമിക പറയുകയാണ്, ഇവൾക്ക് പകയാണ്. രാവിലെ മുതൽ ഇവൾ ഓഫീസിൽ പോയിട്ട് വൈകിട്ട് വന്നപ്പോൾ അവളുടെ ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞതിൻ്റെ പക അവൾ വീട്ടിയതാണ്. ഉടനെ മുത്തശ്ശൻ പറയുകയാണ്, അനാമികയെ, നീ അങ്ങനെ പറയരുത്. ഒരുപക്ഷെ അബദ്ധത്തിൽ മോൾക്ക് സംഭവിച്ചതാകാം. നയനമോൾ ഇതുവരെയും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇവിടെ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കരുത്. ഇതാണ് ഈ വീട്ടിലുള്ള ആരുമായിട്ട് എനിക്ക് യോജിക്കാൻ പറ്റാത്തത്. ഞാൻ പറയുന്നതൊന്നും ഇവിടെ ആരും അംഗീകരിക്കില്ല. തോന്നിയാസം കാണിച്ചവളെ പുണ്യവതിയാക്കുകയും അതിനെക്കുറിച്ച് പറഞ്ഞ് എന്നെ കള്ളിയാക്കുകയും ഈ നടപടി ശരിയല്ല. ഇത് പറഞ്ഞുകൊണ്ട് അനാമിക അവിടുന്ന് വേഗത്തിൽ നടന്നു പോവുകയാണ്. തൊട്ടു പിന്നാലെ രേവതി ആ പുലാവെടുത്ത് വായിൽ വെച്ചിട്ട് പറയുകയാണ്, അയ്യേ, ഇതെന്തൊരു ഭക്ഷണമാണ്, ഇത് വായിൽ വെക്കാൻ കൊള്ളില്ലല്ലോ. വെറുതെ അല്ല അനാമിക മോൾ പറഞ്ഞത് ഇവൾ പക വീട്ടിയതാണെന്ന്. ഞാനാണ് അവളോട് പറഞ്ഞത് അനാമിക മോൾക്ക് പുലാവ് ഇഷ്ടമാണെന്നും അതൊന്ന് ഉണ്ടാക്കി കൊടുക്കാനെന്നും. രാവിലെ ജോലിക്ക് പോയിട്ട് വൈകിട്ട് വന്നു ഉടനെ തന്നെ അടുക്കളയിൽ കയറിയതിൻ്റെ കലിയാണ് അവൾ എൻ്റെ കൊച്ചിൻ്റെ മേൽ തീർത്തത്. ഉടനെ മൂർത്തി സാർ പറയുകയാണ്, രേവതി, ഈ ഭക്ഷണം തന്നെയാണ് ഞങ്ങൾക്കെല്ലാം വിളമ്പിയത്. ഞങ്ങളൊക്കെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ യാതൊരു ടേസ്റ്റ് കുറവുമില്ല. ആവശ്യമില്ലാതെ ഈ വീട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അത് ടേസ്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ കഴിക്കണ്ട, അവിടെ വെച്ചിട്ട് പോയിക്കോളൂ. ആവശ്യമുള്ളവർ കഴിച്ചോളും. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ മറുപടി ഒന്നും പറയുവാൻ കഴിയാതെ രേവതിയും എഴുന്നേറ്റ് പോവുകയാണ്. തുടർന്ന് അനാമികയും രേവതിയും കൂടി വല്ലാത്ത പകയോടുകൂടി സംസാരിക്കുകയാണ്. രേവതി പറയുകയാണ്, എൻ്റെ മോളെ, അത് കിട്ടിയപ്പോൾ കഴിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയാൽ പോരായിരുന്നോ? രാവിലെ മുതൽ ഒന്നും കഴിക്കാതിരിക്കുകയായിരുന്നു. വിശന്നിട്ടാണെങ്കിൽ കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥയാണ്. അതിനിടയിലാണ് നീ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇനിയിപ്പോൾ എന്തു ചെയ്യും? ആകെ കൂടി നാണക്കേടുമായി.
തുടർന്ന് അനന്തപുരിയിൽ എല്ലാവരും ഉറക്കമായപ്പോൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ അമ്മയും മകളും കൂടി അടുക്കളയിൽ കയറി അനാമിക ഉണ്ടാക്കി വെച്ച പുലാവ് കട്ടു തിന്നുന്ന ഗതികേടിലേക്ക് വരെ എത്തി. അടുത്ത ദിവസം രാവിലെ വീണ്ടും നയന ഓഫീസിലേക്ക് പോയി. അല്പനിമിഷം കഴിഞ്ഞപ്പോൾ മൂർത്തി സാർ എല്ലാവരെയും വിളിച്ചിട്ട് പറയുകയാണ്, ഇവിടെ നേരത്തും കാലത്തും